വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ LDC +2 ഡിഗ്രി ലെവൽ എന്നീ PSC പരീക്ഷയ്ക്കുള്ള മലയാളം ക്ലാസ്സസ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ പദശുദ്ധി, വാക്യശുദ്ധി, പരിഭാഷ എന്നിവയുടെ ക്ലാസ്സുകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. അപ്പോൾ ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബ്രിസ്റ്റു ലേണിംഗ് ആപ്പിൽ കാണാവുന്നതാണ്. ബ്രിസ്റ്റു ലേണിംഗ് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത്. ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബ്രിസ്റ്റു പ്ലസ് എന്നൊരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളം എന്ന് കാണാം. ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും ലഭിക്കുന്നത്. ഇവിടെ മലയാളം എന്ന് കാണാൻ സാധിക്കും. മലയാളത്തെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ മലയാളം ക്ലാസ്സസും നിങ്ങൾക്ക് കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒറ്റപ്പദം ഭാഗം 4 ആണ്. 3 ഭാഗങ്ങളിലായി നമ്മൾ കുറേ ഒറ്റപ്പദങ്ങൾ പഠിച്ചെടുത്തു. അപ്പോൾ ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യനിലൂടെ പോവാം. അപ്പോൾ എന്താണ് ഒറ്റപ്പദം? ഒരു കൂട്ടം വാക്കുകളെ ഒറ്റ ആശയത്തിൽ, അതായത് ചുരുക്കി പറയുന്നതാണ് ഒറ്റപ്പദം, അല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു പേപ്പറും പെന്നും എടുത്തു വെക്കുക. ക്വസ്റ്റ്യൻ വായിക്കുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചു എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ചോദ്യം ഇതാണ്: രാജാവും ഋഷിയുമായവൻ ഇത് ഒറ്റപ്പദമാക്കുക. ഓപ്ഷൻ എ ചക്രവർത്തി, ഓപ്ഷൻ ബി രാജരാജൻ, ഓപ്ഷൻ സി രാജശ്രേഷ്ഠൻ, ഓപ്ഷൻ ഡി രാജർഷി. അപ്പോൾ രാജാവും ഋഷിയുമായവൻ ഒറ്റപ്പദമാക്കുമ്പോൾ നമുക്ക് എങ്ങനെ ലഭിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പുള്ള ക്ലാസ് കണ്ടവർക്ക് വേഗത്തിൽ ആൻസർ കിട്ടും. അപ്പോൾ ഏതാണ് രാജാവും ഋഷിയുമായവൻ? ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, രാജർഷിയാണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. രാജാവും ഋഷിയുമായവൻ രാജർഷിയാണ് കേട്ടോ. അടുത്തത് നോക്കാം. കഥയുടെ പ്രധാനമായ അംശം. കഥയുടെ പ്രധാനമായ അംശം ഒറ്റപ്പദം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. 1 കഥാഗതി, 2 കഥാസാരം, 3 കഥനം, 4 കഥ സംക്ഷേപം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ 1 മാത്രം ശരിയാണ്, ഓപ്ഷൻ ബി 2ഉം 3ഉം ശരിയാണ്, ഓപ്ഷൻ സി 2 മാത്രം ശരിയാണ്, ഓപ്ഷൻ ഡി 2ഉം 4ഉം ശരിയാണെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് പല വിധത്തിലും ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം. ഇതെല്ലാം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഏതാണ് കഥയുടെ പ്രധാനമായ അംശം? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്? ഓപ്ഷൻ 2 ആണ് വരുന്നത്. കഥാസാരമാണ് അല്ലേ? രണ്ടാമത്തെയാണ് വരുന്നത്. കഥാസാരമാണ് കഥയുടെ പ്രധാനമായ അംശം. അപ്പം നമുക്ക് ഏതാ വരുന്നത്? ഓപ്ഷൻ സി ആണ്, 2 മാത്രം ശരിയാണ്. ഇതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. കഥാസാരമാണ് കഥയുടെ പ്രധാനമായ അംശം. അടുത്തത് നോക്കാം. ഒറ്റപ്പദം എഴുതുക. അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹം ഒറ്റപ്പദം ഏതായിരിക്കും? വീഡിയോസ് കണ്ടവർക്ക് വേഗത്തിൽ കിട്ടിയിട്ടുണ്ടാകും. ഓപ്ഷൻ എ പിപാസ, ഓപ്ഷൻ ബി ബുഭുക്ഷ, ഓപ്ഷൻ സി വിവക്ഷ, ഓപ്ഷൻ ഡി ജിജ്ഞാസ. അപ്പൊ അറിയാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസ. അറിയാനുള്ള ആഗ്രഹം എന്താണ്? ജിജ്ഞാസ. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ജിജ്ഞാസയാണ് അറിയാനുള്ള ആഗ്രഹം. അടുത്ത നോക്കാം. വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ വൈയാകരണൻ, ഓപ്ഷൻ ബി വ്യാകരണൻ, ഓപ്ഷൻ സി വ്യാകരണകാരൻ, ഓപ്ഷൻ ഡി വ്യാകരണികൻ. ഏതാണ് വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം? ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണല്ലേ, വൈയാകരണനാണ്. വൈയാകരണനാണ് വ്യാകരണം അറിയുന്നവൻ എന്നതിൻ്റെ ഒറ്റപ്പദം. അടുത്തത് ഒറ്റപ്പദം എഴുതുക. അറിയാൻ ആഗ്രഹമുള്ള ആൾ. അറിയാൻ ആഗ്രഹമുള്ള ആൾ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ എന്താണ് ചോദിച്ചത്? അറിയാനുള്ള ആഗ്രഹമാണ് ചോദിച്ചതല്ലേ? അറിയാനുള്ള ആഗ്രഹമാണ് നേരത്തെ ചോദിച്ചത്. ജിജ്ഞാസയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അറിയാൻ ആഗ്രഹമുള്ള ആൾ. അറിയാൻ ആഗ്രഹമുള്ള ആൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതേതാ വരുന്നത്? ജിജ്ഞാസു. ജിജ്ഞാസു ആണ് അറിയാൻ ആഗ്രഹമുള്ള ആൾ. ജിജ്ഞാസ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം എന്ത്? കണ്ടില്ലേ, നമുക്ക് ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അറിയാനുള്ള ആഗ്രഹം എന്താണ്, അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ ഏതാണ് എന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ജിജ്ഞാസ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. തിരിച്ചാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ആഗ്രഹമുള്ളവർ, ഓപ്ഷൻ ബി അറിയാൻ ആഗ്രഹമുള്ളവർ, ഓപ്ഷൻ സി ആശയുള്ളവർ, ഓപ്ഷൻ ഡി അറിയാനുള്ള ആഗ്രഹം. അപ്പൊ ജിജ്ഞാസ എന്ന പദത്തിന്റെ ശരിയായ അർത്ഥം എന്താണ്? ഇപ്പൊ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ഏതാണ്? അറിയാനുള്ള ആഗ്രഹം. അറിയാനുള്ള ആഗ്രഹമാണ് എന്ത്? ജിജ്ഞാസ. ഓക്കെ, അടുത്തത് നോക്കാം. കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ. കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ ഒറ്റപ്പദം. ഓപ്ഷൻ എ പിപടിഷു, ഓപ്ഷൻ ബി ബുഭുക്ഷു, ഓപ്ഷൻ സി പിപാസു, ഓപ്ഷൻ ഡി ദിദൃക്ഷു. ഏതാണ് കുടിക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾ? ഒറ്റപ്പദമാക്കുമ്പോൾ ഏതാണ്?
പിപാസു, പിപാസു ആണ് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. പിപടിഷു എന്താ? പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ. ദിദൃക്ഷു കാണാൻ ആഗ്രഹിക്കുന്ന ആൾ. അടുത്തത് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏത്? പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം, പറയാൻ ആഗ്രഹിക്കുന്നത്. മീമാംസ, വിവക്ഷ, ജിഗീഷ, ദിദൃക്ഷ. പറയാൻ ആഗ്രഹിക്കുന്നത് എന്നർത്ഥം വരുന്ന പദം ഏതാണ്? വിവക്ഷ. ഓപ്ഷൻ ബി ആണ് വരുന്നത്. വിവക്ഷയാണ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ഒറ്റപ്പദം എഴുതുക. അന്യദേശത്തുള്ളവൻ, അന്യദേശത്തുള്ളവൻ ഒറ്റപ്പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അനന്യൻ, ഓപ്ഷൻ ബി അന്യൻ, ഓപ്ഷൻ സി ദേശികൻ, ഓപ്ഷൻ ഡി പരദേശി. അപ്പോൾ അന്യദേശത്തുള്ളവൻ എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, പരദേശിയാണ് വരുന്നത്. അന്യദേശത്തുള്ളവൻ ഒറ്റപ്പദം പരദേശി. അടുത്തത് കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം ഏത്? അതായത് കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്ന അർത്ഥം വരുന്ന പദം അത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ അനുഗൃഹീതൻ, ഓപ്ഷൻ ബി ഊർജ്ജസ്വലൻ, ഓപ്ഷൻ സി ഉൽപ്പതിഷ്ണു, ഓപ്ഷൻ ഡി അഗ്രിമൻ. അപ്പോൾ ഏതാണ് ആൻസർ നമുക്ക് വരുന്നത് ഇവിടെ? ഓപ്ഷൻ സി ആണ്, ഉൽപ്പതിഷ്ണു ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ചുവടെ തന്നിട്ടുള്ള ഒറ്റപ്പദങ്ങളെ ശരിയായി ക്രമപ്പെടുത്തുക. നമുക്ക് നോക്കാം. 1 മകളുടെ മകൻ, 2 ഭാര്യയുടെ പിതാവ്, 3 സഹോദരി പുത്രൻ, 4 സഹോദരിയുടെ ഭർത്താവ്. ഓപ്ഷൻ എ ഭാഗിനേയൻ, ദൗഹിത്രൻ, ശ്യാലൻ, ശശൂരൻ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത് ശരിയായി ക്രമപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. മകളുടെ മകൻ, മകളുടെ മകൻ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ദൗഹിത്രൻ. ദൗഹിത്രനാണ് ആര്? മകളുടെ മകൻ ദൗഹിത്രൻ. അടുത്തത് ഭാര്യയുടെ പിതാവ്, ഭാര്യയുടെ പിതാവ് ശശൂരൻ, ശശൂരൻ, ഭാര്യയുടെ പിതാവ് ശശൂരൻ. അടുത്തത് സഹോദരി പുത്രൻ, സഹോദരി പുത്രൻ ഏതാണ് വരുന്നത്? ഭാഗിനേയൻ, സഹോദരി പുത്രൻ ഭാഗിനേയൻ. സഹോദരിയുടെ ഭർത്താവ് ശ്യാലൻ, സഹോദരിയുടെ ഭർത്താവ് ശ്യാലൻ. അപ്പൊ നമുക്ക് ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്. 1 ബി, 2 ഡി, 3 എ, 4 സി. ഇതാണ് ശരിയായിട്ടുള്ള ക്രമം. അടുത്ത നോക്കാം. വിശേഷണ വിടർന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? വിശേഷണ വിടർന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏത്? ഏതാണ്? ഓപ്ഷൻ എ വ്യാകൃതി, ഓപ്ഷൻ ബി വ്യാകോശം, ഓപ്ഷൻ സി വ്യാകൂതി, ഓപ്ഷൻ ഡി വ്യാക്രോശം. വിശേഷണ വിടർന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, വ്യാകോശമാണ് വിശേഷണ വിടർന്നത് എന്നർത്ഥം വരുന്ന ഒറ്റപ്പദം. അടുത്തത് ലോകത്തെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏത്? ഓപ്ഷൻ എ ഭൗതികം, ഓപ്ഷൻ ബി നൈതികം, ഓപ്ഷൻ സി ലൗകികം, ഓപ്ഷൻ ഡി വൈദികം. ലോകത്തെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാ വരുന്നത്? ലൗകികം. ലോകത്തെ സംബന്ധിക്കുന്നത് ലൗകികം. നീതിയെ സംബന്ധിക്കുന്നത് നൈതികം. അടുത്തത് നോക്കാം. സാധനങ്ങൾ വിൽക്കുന്ന ആൾ, സാധനങ്ങൾ വിൽക്കുന്ന ആൾ. ഓപ്ഷൻ എ ക്രേതാവ്, ഓപ്ഷൻ ബി ദാതാവ്, ഓപ്ഷൻ സി വിക്രേതാവ്, ഓപ്ഷൻ ഡി സവിതാവ്. സാധനങ്ങൾ വിൽക്കുന്ന ആൾ ഏതാണ് ആൻസർ വരുന്നത്? വിക്രേതാവ്. സാധനങ്ങൾ വിൽക്കുന്ന ആൾ വിക്രേതാവ്. ഓപ്ഷൻ സി ആണ്. അടുത്ത നോക്കാം. ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം, ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ആർഷം, ഓപ്ഷൻ ബി ഋഷീശ്വരം, ഓപ്ഷൻ സി ഋഷി പ്രോക്തം, ഓപ്ഷൻ ഡി ഋഷിവനം. അപ്പോൾ ഋഷിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്, ആർഷമാണ്. ഋഷിയെ സംബന്ധിച്ചത് ഏതാണ്? ഓപ്ഷൻ എ ആർഷമാണ് വരുന്നത്. അടുത്തത് പരിമാണത്തെ കുറിക്കുന്ന എന്നതിൻ്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ പരിണാമപരം, ഓപ്ഷൻ ബി പാരിമാണികം, ഓപ്ഷൻ സി പരിണാമാത്മകം, ഓപ്ഷൻ ഡി സപരിമാണം. അപ്പോൾ പരിമാണത്തെ കുറിക്കുന്ന എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ് വരുന്നത്? പാരിമാണികം. ഓപ്ഷൻ ബി ആണ് വരുന്നത്, പാരിമാണികം. അടുത്തത് നോക്കാം. ഒറ്റപ്പദം എഴുതുക. കൃഷിയെ സംബന്ധിക്കുന്നത്, കൃഷിയെ സംബന്ധിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ കാർഷികം, ഓപ്ഷൻ ബി കൃഷകം, ഓപ്ഷൻ സി കർഷകം, ഓപ്ഷൻ ഡി കർഷകൻ. കൃഷിയെ സംബന്ധിക്കുന്നത് എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? കാർഷികമാണ്. ഓപ്ഷൻ എ ആണ് വരുന്നത്. കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഋഷിയെ സംബന്ധിക്കുന്നത് എന്താണ്? ആർഷം. കൃഷിയെ സംബന്ധിക്കുന്നത് കാർഷികം. അടുത്തത് ഒറ്റപ്പദമാക്കുക. പായ് കെട്ടാനുള്ള മരം.
ഓപ്ഷൻ എ പാഴ്മരം, ഓപ്ഷൻ ബി പാമരം, ഓപ്ഷൻ സി പായ്കെട്ട് മരം, ഓപ്ഷൻ ഡി പായമരം. പായ് കെട്ടാനുള്ള മരം ഒറ്റപ്പദമാക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? പായ് കെട്ടാനുള്ള മരം ഓപ്ഷൻ ബി ആണ് വരുന്നത്, പാമരം. പായ് കെട്ടാനുള്ള മരം പാമരം. അടുത്തത്, അടിയിൽ വരച്ചിരിക്കുന്ന വാക്യങ്ങളുടെ ഒറ്റപ്പദം തിരഞ്ഞെടുത്തെഴുതുക. നമുക്ക് ചോദ്യം വളരെ വ്യത്യസ്തമായിട്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. രാമന്റെ അടുത്ത് തിരിച്ചെത്തിയ ഹനുമാൻ വളരെയധികം സംസാരിക്കുന്നവനായി കാണപ്പെട്ടു. ഇവിടെ അടിയിൽ വരച്ചിരിക്കുന്ന വാക്യത്തിന്റെ ഒറ്റപ്പദം ഏതാണ്? വളരെയധികം സംസാരിക്കുന്നവൻ. ഓപ്ഷൻ എ മൃദുഭാഷി, ഓപ്ഷൻ ബി വാചാലൻ, ഓപ്ഷൻ സി അതിവാചാലൻ, ഓപ്ഷൻ ഡി വാഗ്മി. വളരെയധികം സംസാരിക്കുന്നവൻ എന്താണ്? അതിവാചാലൻ. ഓപ്ഷൻ സി ആണ് വരുന്നത്, അതിവാചാലൻ. അടുത്തത്, ഒറ്റപ്പദം എഴുതുക. മനസ്സിനെ രമിപ്പിക്കുന്നത്. ഓപ്ഷൻ എ രമണി, ഓപ്ഷൻ ബി മനോരമ, ഓപ്ഷൻ സി മനോഹരി, ഓപ്ഷൻ ഡി മനോഹാരി. മനസ്സിനെ രമിപ്പിക്കുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത്, മനോരമ. മനസ്സിനെ രമിപ്പിക്കുന്നത് മനോരമ. അടുത്തത്, ഉദ്യോഗ സംബന്ധമായത്. ഈ വാക്യത്തിന്റെ ഒറ്റപ്പദം എഴുതുക. ഓപ്ഷൻ എ ഉദ്യോഗം, ഓപ്ഷൻ ബി അനൗദ്യോഗികം, ഓപ്ഷൻ സി നിരുദ്യോഗം, ഓപ്ഷൻ ഡി ഔദ്യോഗികം. ഉദ്യോഗ സംബന്ധമായത് എന്ന വാക്കിന്റെ ഒറ്റപ്പദം ഏതാണ്? ഔദ്യോഗികം. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഉദ്യോഗത്തെ സംബന്ധിച്ചത്, ഔദ്യോഗികം. അടുത്തത്, ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ ജിജ്ഞാസു, ഓപ്ഷൻ ബി ജിഗമിഷ, ഓപ്ഷൻ സി വിജിഗീഷു, ഓപ്ഷൻ ഡി പിപഠിഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ എന്നതിന്റെ ഒറ്റപ്പദം ഏതാണ് വരുന്നത്? വിജഗീഷു. ജയിക്കാൻ ആഗ്രഹിക്കുന്നയാൾ വിജഗീഷു. ഓപ്ഷൻ സി ആണ്. അടുത്തത്, ഗ്രഹിക്കാൻ പ്രയാസമായത്. ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിന്റെ ഒറ്റപ്പദം. ഓപ്ഷൻ എ സുഗ്രാഹ്യം, ഓപ്ഷൻ ബി ദുർഗ്രഹം, ഓപ്ഷൻ സി ദുർഗതി, ഓപ്ഷൻ ഡി ദുർഗൃഹം. ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിന്റെ ഒറ്റപ്പദം വരുന്നത് ഓപ്ഷൻ ബി ആണ്, ദുർഗ്രഹം. ഗ്രഹിക്കാൻ പ്രയാസമായത് ദുർഗ്രഹം. ഓപ്ഷൻ ബി ആണ്. അടുത്തത്, അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം. അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം. ഓപ്ഷൻ എ പ്രേക്ഷിതാവ്, ഓപ്ഷൻ ബി പ്രേഷിതാവ്, ഓപ്ഷൻ സി പ്രേക്ഷിതാവ്, ഓപ്ഷൻ ഡി പ്രേഷിതാവ്. അയക്കുന്ന വ്യക്തി എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒറ്റപ്പദം ഏതാ വരുന്നത്? ഓപ്ഷൻ ഡി ആണ്, പ്രേഷിതാവ്. പ്രേഷിതാവാണ് ശരിയായിട്ടുള്ള ആൻസർ. ശ്രദ്ധിക്കുക, അയക്കപ്പെട്ടവൻ പ്രേഷിതൻ, അയക്കുന്നയാൾ പ്രേക്ഷകൻ. ഓക്കെ, ഇവിടെ അയക്കുന്ന വ്യക്തി എന്താണ്? പ്രേഷിതാവ്. അടുത്തത്, ഒറ്റപ്പദം എഴുതുക. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. ഓപ്ഷൻ എ ഘോഷയാത്ര, ഓപ്ഷൻ ബി വിജയയാത്ര, ഓപ്ഷൻ സി വിജയാഘോഷം, ഓപ്ഷൻ ഡി ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ഏതാണ്? ജൈത്രയാത്ര. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര ജൈത്രയാത്രയാണ്. വിജയയാത്രയല്ല, ഘോഷയാത്രയല്ല, ജൈത്രയാത്ര. അടുത്തത്, ഒറ്റപ്പദമാക്കുക. ഋഷിയെ സംബന്ധിച്ചത്. പിന്നെയും വന്നു അല്ലേ? ആ ഒരു ക്വസ്റ്റ്യൻ പിന്നെയും വന്നിട്ടുണ്ട്. ഓപ്ഷൻ എ ആർഷം, ഓപ്ഷൻ ബി ആത്മീയം, ഓപ്ഷൻ സി ഐഹികം, ഓപ്ഷൻ ഡി ജിജ്ഞാസു. ഋഷിയെ സംബന്ധിച്ചത് എന്താണ് വരുന്നത്? ഓപ്ഷൻ എ ആണ്, ആർഷം. ഋഷിയെ സംബന്ധിച്ചത് ആർഷം. അടുത്തത്, നടക്കാൻ പ്രയാസമുള്ള വഴി. ഒറ്റപ്പദമാക്കുക. നിഷ്ഠപദം, കഷ്ടപദം, നീചപദം, ദുർഗപദം. നടക്കാൻ പ്രയാസമുള്ള വഴി ഒറ്റപ്പദമാക്കുമ്പോൾ എങ്ങനെയാണ്? ദുർഗപദം. നടക്കാൻ പ്രയാസമുള്ള വഴി ദുർഗപദം. അടുത്തത്, അങ്കുലി പരിമിതം എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത്. അംഗവൈകല്യം, 10 എണ്ണം, കൈവിരലിൽ എണ്ണാവുന്നത്ര, കൈകാലിലെ വിരലുകൾ. ഇവിടെ വരുന്നത് കൈവിരലിൽ എണ്ണാവുന്നത്ര. ഇതിന്റെ ഒറ്റപ്പദമാണ് അങ്കുലി പരിമിതം. കൈവിരലിൽ എണ്ണാവുന്നത്ര. അടുത്ത് നോക്കാം. ഒറ്റപ്പദം എഴുതുക. പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ. പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ. ഓപ്ഷൻ എ പിപാസി, ഓപ്ഷൻ ബി പിപ്പീലിക, ഓപ്ഷൻ സി പടീരൻ, ഓപ്ഷൻ ഡി പിപഠിച്ചു. പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ എന്താണ്? പിപഠിച്ചു. പഠിക്കാൻ ആഗ്രഹമുള്ളയാൾ പിപഠിച്ചു. പഠിക്കാൻ. ഓക്കെ. അടുത്തത്, കാട്ടുമനുഷ്യൻ എന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിൻ്റെ ഒറ്റപ്പദമാണ്? ഓപ്ഷൻ എ കാട്ടിൽ ജീവിക്കുന്ന മനുഷ്യൻ, ഓപ്ഷൻ ബി കാട് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന മനുഷ്യൻ, ഓപ്ഷൻ സി കാട്ടിൽ നിന്ന് വരുന്ന മനുഷ്യൻ, ഓപ്ഷൻ ഡി കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യൻ.
ഇവിടെ കാട്ടുമനുഷ്യൻ എന്നത് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതിന്റെ ഒറ്റപ്പദമാണ്? പഠിച്ചിട്ടുണ്ടായിരുന്നു. കാട്ടിൽ ജീവിക്കുന്നത് കൊണ്ട് മാത്രം കാട്ടുമനുഷ്യനാവില്ല. അപ്പൊ നമുക്ക് ആദ്യത്തേത് തെറ്റാണ്. കാട് കൊണ്ട് ഉപജീവനം കഴിക്കുന്ന മനുഷ്യനും കാട്ടുമനുഷ്യനാവില്ല, അതും തെറ്റാണ്. കാട്ടിൽ നിന്ന് വരുന്ന മനുഷ്യൻ എന്താണ്? കാട്ടുമനുഷ്യനാവില്ല, അതും തെറ്റാണ്. കാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ് എന്ത്? കാട്ടുമനുഷ്യൻ. അടുത്തത് ഒറ്റപ്പദമാക്കുക. പ്രമാണം സംബന്ധിച്ചത്. ഓപ്ഷൻ എ പ്രാമാണികം, ഓപ്ഷൻ ബി പ്രമാണം, ഓപ്ഷൻ സി പ്രാമാണികം, ഓപ്ഷൻ ഡി പ്രാമാണ്യം. നമ്മൾ നേരത്തെ പരിണാമത്തെ സംബന്ധിച്ചത് പാരിമാണികം എന്ന് പഠിച്ചിരുന്നു. ഇവിടെ പ്രമാണം സംബന്ധിച്ചത് ഏതാ വരുന്നത്? ഓപ്ഷൻ എ ആണ് പ്രാമാണികം. പ്രമാണം സംബന്ധിച്ചത് എന്താണ്? പ്രാമാണികമാണ് വരുന്നത്. അപ്പോൾ ഒറ്റപ്പദം 4 ക്ലാസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പുള്ള 3 വീഡിയോസും കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഒറ്റപ്പദം എല്ലാം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.